പാലവും വേലിയും നമുക്ക് സുപരിചിതങ്ങളാണ്. അവ സമൂഹ ഘടനകളുടെ രണ്ടവസ്ഥകളെ വെളിപ്പെടുത്തുന്ന പ്രതീകങ്ങളായി നമുക്ക് കാണാം. വേലി കെട്ടുമ്പോൾ അവിടെ വേർതിരിവും വിഭജനവും സംഭവിക്കുന്നു. ഒന്നിച്ചു നിന്നതിനെ രണ്ടാക്കി മാറ്റുന്ന കർത്തവ്യമാണ് സത്യത്തിൽ വേലിയുടേത്. പാലം ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദൗത്യമേറ്റെടുക്കുന്നു. പരസ്പരമുള്ള ബന്ധം ദുഷ്കരമാകുമ്പോൾ അതിന് മാറ്റം വരുത്തി ഗതാഗതം സുഗമമാക്കുന്ന അവസ്ഥയാണ് പാലത്തിൻ്റേത്. എന്നുവെച്ചാൽ അകൽച്ചകളൊക്കെ അകറ്റി അന്യോന്യമുള്ള ബന്ധം സുസാധ്യമാക്കുന്ന അവസ്ഥയാണ് അത് കൈവരുത്തുന്നത്. രണ്ട് സഹോദരന്മാർ അടുത്തടുത്തുള്ള രണ്ട് കൃഷിസ്ഥലങ്ങളിലാണ് താമസിക്കുകയും കൃഷികളും വ്യവസായങ്ങളും നടത്തി വന്നത്. അവർ തമ്മിൽ ആഴമേറിയ സ്നേഹവും നല്ല സഹകരണവും പുലർത്തിയിരുന്നു. കൃഷി ചെയ്യുവാനുള്ള ആയുധങ്ങൾ പരസ്പരം കൈമാറുകയും വിത്തും വളവും പങ്കുവയ്ക്കുകയും തൊഴിലാളികളെ നല്ല ധാരണയിൽ ഇരുവരും കൈമാറിയും പ്രവർത്തിച്ചു വന്നു. 40 വർഷത്തോളം ഇപ്രകാരമുള്ള ശ്രേഷ്ഠമായ ബന്ധം അവർ നിലനിർത്തി. തികച്ചും അപ്രതീക്ഷമായി അവർ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുകയും അത് വേഗം ശക്തി പ്രാപിച്ച് കടുത്ത വിദ്വേഷത്തിനും ശത്രുതയിലും എത്തുവാനിടയായി. സഹോദരങ്ങൾ തമ്മിൽ ശത്രുത വന്നാൽ അതിൻ്റെ തീവ്രത വലുതായിരിക്കും. അതുവരെ ഉണ്ടായിരുന്ന സ്നേഹവും ബന്ധവും സഹകരണവുമെല്ലാം പെട്ടെന്ന് ഇല്ലാതെയാകുകയും ചെയ്യും. ഒരു ദിവസം മൂത്ത സഹോദരൻ വീടിൻ്റെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ഒരു മരപ്പണിക്കാരനാണ്. അയാൾ തികച്ചും അപരിചിതനും ആയിരുന്നു. അയാളുടെ തോളിൽ പണിയായുധങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൊക്കണവുമുണ്ട്. ഇയാൾ വന്നത് എന്താണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പണിയില്ലാത്ത സമയമാണ്. കുറേ ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ പണി എനിക്ക് തന്നാൽ ഞാൻ കൃത്യമായും ഭംഗിയായും ചെയ്തു തരാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കൂടുതൽ പണി ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ സഹായിക്കൂ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഓക്കെ, ഞാൻ നിനക്ക് ജോലി തരാം. അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ഒരു തോട് വെട്ടി ഉണ്ടാക്കിയത് കാണുന്നില്ലേ? അതിനപ്പുറത്തുള്ളത് എൻ്റെ സഹോദരൻ്റെ കൃഷിസ്ഥലവും വീടുമാണ്. ആ തോടിൻ്റെ സ്ഥാനത്ത് നിരപ്പായ ഒരു പ്രദേശമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അവൻ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് അത് തോടാക്കി മാറ്റി. എനിക്ക് അങ്ങോട്ടും അവനിങ്ങോട്ടും വരാനൊക്കാത്ത നിലയിൽ വലിയ ഒരു ഗർത്തം അവനുണ്ടാക്കി. എന്നോടുള്ള ശത്രുത കൊണ്ട് അവൻ ചെയ്തതാണ്. ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്ന് വെളിപ്പെടുത്താനാണ് അവൻ അവിടെ ആ വലിയ നീളത്തിൽ ആ തോടുണ്ടാക്കിയത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഒരു വേലി കെട്ടി നീ ഉറപ്പാക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ മരപ്പണിക്കാരൻ പറഞ്ഞു, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പണിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിത്തരൂ എന്ന് പറഞ്ഞ് അയാളെ കടയിലേക്ക് അയച്ചു. ആ മനുഷ്യൻ വേണ്ടതായ തടി ആണിയും മറ്റു സാധനങ്ങളുമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണുകയില്ല. നീ അത് പണി പൂർത്തിയാക്കി അതിൻ്റെ ക്രമീകരണങ്ങളെ ചെയ്യുക. അനേക ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ സഹോദരൻ വിശ്വസിക്കുവാൻ അത് സാധിച്ചില്ല. താൻ നിർദ്ദേശിച്ചതും പ്രതീക്ഷിച്ചതും വലിയൊരു വേലിയുടെ അവസ്ഥയായിരുന്നു, വലിയൊരു വേലിക്കെട്ടായിരുന്നു അയാൾ പറഞ്ഞത്. പക്ഷേ തൻ്റെ മുമ്പിൽ കാണുന്ന തോടിൻ്റെ രണ്ട് കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാലമാണ് തനിക്ക് അവിടെ കാണുവാൻ സാധിച്ചത്. പാലത്തിന് കൈവരികളും മറ്റും താൻ വെച്ച് ആണിയടിച്ച് ഉറപ്പിച്ചു. എല്ലാം കൊണ്ടും ഒരു നല്ല നിർമ്മാണം തന്നെയാണ് ആ തടിപ്പണിക്കാരൻ ചെയ്തത്. അയാൾ നോക്കുമ്പോൾ പാലത്തിൻ്റെ അക്കരെ നിന്ന് കരങ്ങൾ നീട്ടി തൻ്റെ അനുജൻ തൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നതായിട്ടാണ് കണ്ടത്. ചേട്ടൻ നല്ല പുള്ളി തന്നെ.
ഞാൻ പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങൾക്കും പകരമായി ഇതാ ഒരു പാലം ഇങ്ങോട്ട് വീണ്ടും പണിത് ഇവിടെ എത്തുവാൻ ചെയ്തിരിക്കുന്നു. രണ്ട് സഹോദരങ്ങളും ഓടി വന്ന് പാലത്തിൻ്റെ മധ്യത്തിൽ ഒന്ന് ചേർന്നു പരസ്പരം ആലിംഗനം ചെയ്തു. അവരുടെ ശത്രുത മഞ്ഞുരുകം പോലെ ഒലിച്ചുപോയി. അവരിരുവരും തിരിഞ്ഞു നോക്കിയപ്പോൾ മരപ്പണിക്കാരൻ തൻ്റെ പണിപ്പെട്ടിയും തോളിലേറ്റി പോകാൻ പുറപ്പെട്ടു. അവർ പറഞ്ഞു, താങ്കൾ ഇവിടെ കുറേ ദിവസം താമസിക്കണം, മറ്റു ചില പണികൾ കൂടെ നിങ്ങൾക്ക് തരാം. അയാൾ മറുപടി നൽകി, താമസിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എനിക്ക് മറ്റു പല സ്ഥലത്തും പാലങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. പ്രിയരെ, നമ്മൾ പാലം പണിയുന്നവരാണോ? വേലി കെട്ടി വലിയ തോടുകൾ പുഴകളും വെട്ടി ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നവരാണോ? അങ്ങനെ ആകരുതൊരിക്കലും. നല്ല പാലങ്ങളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യാത്ര ചെയ്യാം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ഭദ്രമാക്കാൻ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഭൂമിയിലേക്ക് കടന്നു വന്നു. അതിനകത്ത് എല്ലാ മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ പാലത്തിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ഉറ്റമിത്രങ്ങളായി നമുക്ക് മുന്നേറുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പണിയാം. അഗാധങ്ങളിലുള്ള ഗർത്തങ്ങളല്ല, നല്ല സ്നേഹത്തിൻ്റെ ചങ്ങല പണിയിക്കുന്ന നല്ല പാലങ്ങൾ ആയിത്തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.